നമുക്കെതിരെയുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വന്നേക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവിക സമാധാനം നിങ്ങളെ അവരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നാം ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകം. യെശയ്യാവിന്റെ പുസ്തകം 35-ാം അധ്യായം ഇതാണ് നാം ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ സിയോന്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭാവിയെ കുറിച്ചിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ അധ്യായം നാം വായിക്കുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. സാഹചര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സാഹചര്യമൊക്കെ മോശമാണ്, പക്ഷെ അതിൻ്റെ മേലെ പ്രവർത്തിക്കുന്ന ആ സാഹചര്യത്തെ കർത്താവിന് അനുകൂലമായി മാറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, അന്ന് കുരുടന്മാരെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. ഹല്ലേലൂയ. ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും വിജന പ്രദേശത്തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. ഈ അധ്യായം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് സാഹചര്യങ്ങൾക്ക് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാര്യത്തെ കുറിച്ചിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചിട്ടാണ്. യേശു കർത്താവിന്റെ വരവോടെ ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണെന്ന് യെശയ്യാവ് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഭാഗമാണ് നമ്മുടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യേശുവിന്റെ വരവോടെ അത് നടന്ന സാഹചര്യങ്ങൾ. ഹല്ലേലൂയ. അന്ന് സാഹചര്യങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. നമ്മൾ നോക്കുകയാണെങ്കിൽ നാം പഴയ നിയമത്തിലെ വ്യക്തികളല്ല, നാം പുതിയ നിയമത്തിലെ വ്യക്തികളാണ്. പ്രവചനത്തിലാണ് നാം ജീവിക്കുന്നത്. ബൈബിൾ മുഴുവൻ പറഞ്ഞിരിക്കുമ്പോൾ ഇത് പ്രവചനത്തിന്റെ ഒരു പുസ്തകമാണ്. ഈ യെശയ്യാവ് പ്രവചിച്ചിരിക്കുക, ഇനി വരും നാളുകളിൽ ഇതിങ്ങനെ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ആ പ്രവചനത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ വരവോടെ ആ ഒരു വാതിൽ തുറക്കപ്പെട്ടു. നാം ഇപ്പോൾ ജീവിക്കുന്നത് സൂപ്പർ നാച്ചുറലായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ഏതെങ്കിലും ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, പ്രവചനം ഇവിടെ പറഞ്ഞിരിക്കുക, സാഹചര്യത്തെ മേലെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരുത്തെക്കുറിച്ച് യെശയ്യാവ് വെളിപ്പെടുത്തിയിരിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മൾ തന്നെയാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമുക്കെതിരെയുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വന്നേക്കാം. വരില്ല എന്ന് വചനം പറയുന്നില്ല, വരും. പക്ഷെ കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു, സാഹചര്യം വരും, ആ സാഹചര്യം നിന്നെ ജയിക്കുകയില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെരമ്യാവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സകല പ്രവാചകന്മാരോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വസിക്കും. അതുകൊണ്ട് നാം ഏതൊക്കെ സാഹചര്യം കടന്നു പോയാലും അതിനുമീത് പ്രവർത്തിക്കുക, അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അതാണ് അവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഏതെങ്കിലും സാഹചര്യം അഭിമുഖീകരിക്കുമ്പോൾ വിഷമിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, സാഹചര്യങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ധ്യാനിക്കണം. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. വിശ്വസിക്കാൻ മാത്രം ചെയ്യുക, അവൻ വിടുവിക്കാൻ ശക്തൻ തന്നെയാണ്. ആമേൻ.